എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിനും ഇലവീഴ പൂഞ്ചിറയ്ക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കട്ടിക്കയം എന്നുള്ള മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ്. കട്ടിൽക്കയം എന്നുള്ള പേര് പറഞ്ഞാണ് ഇന്ന് കേൾക്കുന്ന ഈ കട്ടിക്കയം എന്നുള്ള പേര് വന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കുറേ തവണ ഇല്ലിക്കൽ കല്ലിലും ഇലവീഴ പൂഞ്ചിറയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കട്ടിക്കയത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്നെന്തായാലും കട്ടിക്കയത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. അതിനായി ഞങ്ങൾ കൊല്ലത്ത് നിന്നും അടൂർ വഴി പത്തനംതിട്ട, റാന്നി, എരുമേലി, ഈരാറ്റുപേട്ട വഴി ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്രയിലാണ്. ഈ റൂട്ടിൽ തന്നെയാണ് ഈ കട്ടിക്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇല്ലിക്കൽ കല്ലിലേക്ക് കാണുന്ന വഴിയിലേക്ക് കയറി ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ വീണ്ടും ഇടത്തേക്ക് വളഞ്ഞാണ് കട്ടിൽക്കയം എന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. എന്തായാലും വീഡിയോയിൽ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് കട്ടിൽക്കയത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട നിന്ന് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള റൂട്ടിൽ ഇല്ലിക്കൽ കല്ലിൻ്റെ മെയിൻ എൻട്രി വഴി കയറി വരുമ്പോൾ ഏകദേശം 2 കിലോമീറ്റർ എത്തുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കാണുന്നത്. അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം കാറിലെത്തി, കാറ് പാർക്ക് ചെയ്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട്, അതിലൂടെയൊക്കെ കയറി വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് എൻട്രി ഫീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻട്രി ഫീസൊന്നും ഞങ്ങളുടേത് വാങ്ങിയില്ല. വെള്ളച്ചാട്ടം കയറി പോകാനായിട്ട് ഇതേപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ നടന്ന് കുറച്ച് ദൂരം ചെന്നെങ്കിൽ മാത്രമേ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വെള്ളച്ചാട്ടത്തിന് ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. പണ്ട് കുറച്ച് മുനിമാർ ഇവിടെ തപസ് ചെയ്യാൻ വന്നിരുന്നെന്നും അവിടെ ഒരു അലക്കുകാരൻ ഉണ്ടായിരുന്നെന്നും ഈ അലക്കുകാരൻ മുനിമാരുടെ വസ്ത്രങ്ങളെല്ലാം അലക്കി കൊടുക്കുകയായിരുന്നെന്നും മുനിമാർ അലക്കുകാരന് അതിനുള്ള ഒരു ഉപഹാരമായിട്ട് പുള്ളിക്കാരന് കുറേ ഫ്രൂട്ട്സുകളൊക്കെ കൊടുക്കുമെന്നൊക്കെ അധികം ഐതിഹ്യമുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ വീട്ടിൽ വന്ന ശേഷം ആഹാരമൊന്നും കഴിക്കില്ലായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ തുറന്നപ്പോഴത്തേക്ക് ഭാര്യ ഇതിൽ കണ്ടെത്താനായിട്ട് ഭാര്യ ആ അലക്കുകാരൻ അലക്കുന്ന കടവിലൊന്ന് മറഞ്ഞിരുന്ന് നോക്കി. അന്നേരം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അലക്കി കഴിയുമ്പോൾ ഈ മുനിമാർ തപസ് ചെയ്യുന്ന ഭാഗത്ത് ഒരു കട്ടിൽ ഉയർന്നു വരികയും അതിൽ കുറേ ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ആ ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചിട്ട് അലക്കുകാരൻ തിരികെ വീട്ടിൽ വരുന്നതാണ് പുള്ളിക്കാരി കണ്ടത്. ഇത് പക്ഷേ മുനിമാർ കാണുകയും ആ നിമിഷം തന്നെ ആ കട്ടിൽ കയത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തതെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഇതിന് കട്ടിൽക്കയം എന്നുള്ള പേര് വന്നത്. അങ്ങനെ കട്ടിൽക്കയം പറഞ്ഞാണ് കട്ടിക്കയം എന്നുള്ള പേരിലേക്ക് എത്തിച്ചേർന്നതാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതിലൂടെ മുമ്പ് കൈവരിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കൈവരികളൊന്നുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെയാണ് പോകേണ്ടത്. കൈവരികളുടെ ഭാഗത്തൊക്കെ ഇപ്പം തെന്നൽ, മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല തെന്നൽ കാണും. ഇത്തിരി ആഴമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളുമൊക്കെ ആയിട്ട് പോകുന്നവർ നല്ലപോലെ സൂക്ഷിച്ച് വേണം ഇതുവഴി ഇറങ്ങിപ്പോകാൻ. കൈവരികളുടെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അതൊക്കെ തകർന്ന് കിടക്കുകയാണ്. പാറക്കല്ല് പാകിയ വഴിയായിരുന്നു പഴയത്. അതുവഴിയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മനോഹരമായി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷേ ഇത് ഇറങ്ങിപ്പോകുന്ന വഴിയിലൊന്നും കൈവരികളൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചിറങ്ങി പോകണം. അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം കുത്തനെയുള്ള കുറേ ഇറക്കങ്ങൾ ഇറങ്ങി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ. കൈവരികൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയെന്ന് തോന്നുന്നു. ഭാവിയിൽ ടൂറിസത്തിൻ്റെ വകയായിട്ട് ഇവിടെയൊക്കെ കൈവരികളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളെന്തായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലവർഷം ആരംഭിക്കുന്നത് മുതൽ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി നിരോധിച്ചുകൊണ്ടുള്ളൊരു ബോർഡ് ഞങ്ങൾ അവിടെ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കാലവർഷം ആരംഭിക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം അതിൻ്റെ രൗദ്രഭാഗത്തിലേക്ക് എത്തിച്ചേരും. പിന്നെ ഈ പോകുന്ന പാറക്കെട്ടിലൊക്കെ നല്ല വഴുക്കലും ഉണ്ടാകും. നല്ല തെന്നി വീണുള്ള അപകടങ്ങളും വെള്ളത്തിൽ വീണുള്ള അപകടങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് ഇവിടേക്കുള്ള എൻട്രി നിരോധിച്ചിരിക്കുകയാണ് ആ സമയത്ത്. എന്തായാലും ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ഒരിക്കലും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയോ അതിൽ കുളിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പ്രദേശവാസികൾ പറഞ്ഞത്. എന്തായാലും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവർ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു വരുന്നത് തന്നെയാണ് നല്ലത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരം വരെ പോയി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ 3 തട്ടായിട്ട് കാണാൻ പറ്റുന്ന ഭാഗത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെയാണ് പോയി വന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ അവിടം വരെ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ നല്ല ക്ഷീണമുണ്ട്. ഈ ഇറങ്ങി പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട്. ഞങ്ങളെന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ ഭാഗത്ത് മാത്രമേ പോകുന്നുള്ളൂ. അങ്ങോട്ട് ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. അറിയാൻ പാടില്ലാത്ത ഭാഗത്തേക്കൊന്നും കയറി പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അറിയാവുന്ന ഭാഗത്ത് മാത്രം ഇറങ്ങി അതൊന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാനായിട്ടുള്ള ശ്രമമാണ്. എന്തായാലും ഇത്രയും കുത്തനെയുള്ള കയറ്റം തിരിച്ച് നമ്മൾ കയറി പോകേണ്ടതാണ്. അതുകൊണ്ട് ഒത്തിരി ദൂരമൊന്നും നമുക്ക് ഇറങ്ങി പോകാനും പറ്റത്തില്ല. ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ ഇങ്ങനൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കാല് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലോട്ട് വീണ് പോകുന്നൊരവസ്ഥ. പിടിച്ചാണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. മുകളിൽ നിന്ന് ആൾ കയറി വരുന്നതുകൊണ്ട് നമുക്ക് അവർക്ക് സൈഡും കൊടുക്കണം, ഇറങ്ങി പോവുകയും വേണം. കൈവരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സഹായം ചെയ്താൽ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എന്തായാലും ഇവിടെ ഗൈഡുകളോ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും നമുക്കിപ്പോൾ ഇല്ല, നിലവിലില്ല. ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും. വളരെ മനോഹരമായ വെള്ളച്ചാട്ടം അതിൻ്റെ എല്ലാ സേഫ്റ്റിയോടും കൂടി ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് നമുക്ക് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലൊരു ഗൈഡിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള സേഫ്റ്റിയൊക്കെ
സംവിധാനങ്ങൾ ഒരുക്കി ഇത് ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 10-15 മിനിറ്റോളം എടുത്ത് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ചെങ്കുത്തായ ഇറക്കങ്ങളായിരുന്നു, അതുകൊണ്ട് പതുക്കെയാണ് എല്ലാവരും ഇറങ്ങി വന്നത്. വെള്ളച്ചാട്ടം വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അധികം വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നുമില്ല. എല്ലാവരും വളരെ പണിപ്പെട്ടാണ് ഇറങ്ങി വരുന്നത്, കാരണം പാറയൊക്കെയാണ്. വെള്ളം ഒഴുക്കുണ്ട്, എന്നാലും അതിൻ്റെ ഭംഗിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒഴുക്കൊന്നുമില്ല. കാണുന്ന പ്രദേശത്ത് നല്ല ആഴമുള്ളതാണ്, കണ്ടാൽ തന്നെ അറിയാം. എന്നാലും ഇവിടെ നിന്ന് ആരും ഇറങ്ങാനൊന്നും നോക്കിയൊന്നും ചെയ്യരുത്. ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടം ഒന്ന് കണ്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് മെയിൻ ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതും കൂടി ചേർത്തിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. വെള്ളച്ചാട്ടം ഇതാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം. അതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാനുള്ള ശ്രമമൊന്നും നടത്തരുത്, നല്ല ആഴമാണ്. ഏകദേശം 100 മീറ്ററോളം പൊക്കത്തിൽ നിന്നാണ് തോന്നുന്നു ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളം നല്ല ഒഴുക്കുള്ള സമയങ്ങളിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഒരുപാട് ആൾക്കാരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി. അതേപോലെ തന്നെ ഇത് അപകടകരമായ വെള്ളച്ചാട്ടം കൂടിയാണ്. ഇവിടെങ്ങും ആരും ഇറങ്ങി അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ശ്രമിക്കരുത്. നല്ല ഒഴുക്കാണ് വെള്ളമുള്ള സമയത്ത്, പിന്നെ നല്ല ആഴവുമാണ്. വെള്ളച്ചാട്ടം പുറത്ത് നിന്ന് ഇതേപോലെ ആസ്വദിച്ച് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ചെങ്കുത്തായ ഇറക്കമാണ്. വെള്ളച്ചാട്ടം ഒഴുകി താഴേക്ക് പതിക്കുന്ന ഭാഗമാണിത്. ഇവിടെ നല്ല ആഴത്തിലാണ് വെള്ളം പതിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളത്തിന് ഒഴുക്കില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. വെള്ളം ഒഴുകുന്ന സമയത്ത് ഇവിടെ ഒന്നും വന്ന് നിൽക്കാനൊന്നും സാധിക്കത്തില്ല, കാരണം നല്ല തെന്നലും വഴുക്കലും ഉള്ള സ്ഥലമായിരിക്കും. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ വെള്ളം ഒഴുക്കുള്ള സമയങ്ങളിൽ ഇവിടേക്കൊന്നും പോകരുത്. ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളച്ചാട്ടത്തിന് അധികം ഒഴുക്കില്ല, ഇവിടെ വെള്ളമൊന്നും ഒഴുകുന്നില്ല, ഇവിടെ വഴുക്കലൊന്നുമില്ല. വരുന്ന എല്ലാവരും ഇവിടെ വന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ എടുത്ത് തിരിച്ചു പോവുകയാണ്. ആരും വെള്ളത്തിലൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. ഈ വെള്ളച്ചാട്ടം താഴേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നോക്കിയാൽ അറിയാം കാലവർഷത്തിൻ്റെ സമയത്ത് ഈ ഭാഗം എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളത്. കാരണം അത്രത്തോളം താഴേക്കാണ് ഇവിടുന്ന് വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടം കാലവർഷത്തിൻ്റെ സമയത്ത് രൗദ്രമാകുമ്പോൾ ഇവിടെ എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്തിയിട്ടാണ് പോകുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കുള്ള സമയങ്ങളിൽ ഇവിടെയൊക്കെ നിൽക്കുക എന്നുള്ളത് ഇത്തിരി അപകടം പിടിച്ച കാര്യം തന്നെയാണ്. ഇതേപോലെയുള്ള വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നവർ ആദ്യം ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവിടെയുള്ള പ്രദേശവാസികളോട് ചോദിച്ച് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ചും അവിടെയുള്ള ഭൂപ്രകൃതിയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രദേശവാസികൾക്കാകുമ്പോൾ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് ഒരുപാട് അറിവ് നൽകാൻ സാധിക്കും. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ വെള്ളച്ചാട്ടം ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു അപകടവും കൂടാതെ നമുക്ക് തിരികെ അവിടെ നിന്ന് മടങ്ങാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 അടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടുന്ന് തിരികെ മുകളിലോട്ട് പോവുകയാണ്. താഴേക്ക് ഇറങ്ങി വരാൻ 15 മിനിറ്റ് എടുത്തെങ്കിൽ മുകളിലേക്ക് കയറാൻ അതിൽ കൂടുതൽ സമയം എടുക്കും. കാരണം ഈ കയറ്റമെല്ലാം പയ്യനെ മാത്രമേ കയറി പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോകേണ്ടതിൻ്റെ പകുതി ഭാഗവും ഏകദേശം ഈ അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് പതിയെയാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഇതിൻ്റെ ഇടതുവശത്തേക്ക് കൊക്ക പോലെയുള്ള ആഴമുള്ള പ്രദേശമാണ്. എല്ലാവരും സൂക്ഷിച്ച് പതിയെ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.